മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. ലോകപ്രസിദ്ധമാണ്, കാരണം അത് വെള്ളത്തെ വീഞ്ഞാക്കിയത് കൊണ്ടാണ്. എല്ലാവർക്കും പറയാനിഷ്ടമാണ്, കേൾക്കാനിഷ്ടമാണ്, സങ്കല്പിക്കാനിഷ്ടമാണ്. പക്ഷെ ഒരിക്കൽ കൂടി കർത്താവ് അത് ചെയ്തില്ല. കാരണം കർത്താവിൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല. കർത്താവിൻ്റെ ഉദ്ദേശം 11-ാം വാക്യത്തിലാണ്. ഇത് യേശു അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക, ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുക, അതായിരുന്നു പ്രഥമമായ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം 22-ാം വാക്യത്തിലാണ്. യേശു കർത്താവ് ഇത് പറഞ്ഞുവെന്ന് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അപ്പോൾ തിരുവെഴുത്ത് എന്താണ്? യേശു പറഞ്ഞ വചനം എന്താണ്? ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് ലോഗോസാണ്, ഒന്ന് റേമയാണ്. ഒന്ന് എഴുതപ്പെട്ട വചനമാണ്, രണ്ട് പറയപ്പെട്ട വചനമാണ്. ഒന്ന് പച്ചവെള്ളമാണ്, രണ്ട് വീഞ്ഞാണ്. ഈ എഴുതപ്പെട്ട വചനം ബൈബിൾ മുഴുവൻ കാണാതെ പഠിച്ചാലും, മുഴുവൻ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് അത് പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഒരു ഹെഡ് നോളജ്, ബുദ്ധിയിലൊരു അറിവുണ്ടാകുന്നുള്ള അല്ലാതെ അതുകൊണ്ടൊരു ഫലം നമുക്കുണ്ടാകുന്നില്ല. ഇപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കിയതുപോലൊരു ഫലം, ഒരത്ഭുതം, ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിലുണ്ടാകണമെങ്കിൽ അത് തിരുവെഴുത്തിനാലും യേശു പറഞ്ഞ അല്ലെങ്കിൽ പറയുന്ന വചനത്താലും, ആത്മാവ് സഭകളോട് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും പറയുന്നുണ്ട്, ചെവിയുള്ളവൻ അത് കേൾക്കുന്നുമുണ്ട്. 4-ാം അധ്യായം, യോഹന്നാൻ്റെ തന്നെ 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അത് കൺഫേം ചെയ്യുകയാണ്. എപ്പോഴാണ്? 4:46 യേശു കർത്താവ് പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. കണ്ടോ, വീണ്ടും ആ കാര്യം ഓർപ്പിക്കുന്ന എന്തിനാണ്? അവിടെ ഒരു രാജഭൃത്യൻ തൻ്റെ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി വരുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ലല്ലേ? പോയിക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. കണ്ടോ, സ്പോക്കൺ വേർഡ്. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച്. ഇന്നും അങ്ങനെയാണ്. സഭായോഗത്തിനിരിക്കുമ്പോൾ, കൺവെൻഷനുകളിലിരിക്കുമ്പോൾ, യൂട്യൂബിലൂടെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ, പവർ വിഷൻ ചാനലിലൂടെ നിങ്ങൾ മെസ്സേജുകൾ കേൾക്കുമ്പോൾ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് കേട്ടാൽ, ആ കേൾക്കുന്ന വചനം വിശ്വസിച്ചാൽ, പേഴ്സണൽ പ്രയറിൽ, നിങ്ങളുടെ റൂമിൽ, ബെഡ്റൂമിൽ, പ്രയർ റൂമിൽ നിങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് വിശ്വസിച്ചാൽ, ഒരു പൊട്ടനെ പോലെ, ഒരു ബുദ്ധിഹീനനെ പോലെ, ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമെന്ന് തോന്നുന്നത് ദൈവാത്മാവ് പറയുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ വെള്ളം ഇന്നും വീഞ്ഞാകും. ഇന്നും അത്ഭുതം നടക്കും. ഇന്നും വിരുന്നുവാഴി മണവാളനെ വിളിച്ച് സംസാരിക്കും. എന്താ പറയുക? എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്, നീയോ നല്ലത് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് നിങ്ങളെക്കുറിച്ച് ആൾക്കാർ പറയും. നിങ്ങളുടെ പ്രായം 50 60 70 80 അതിനു മേലെയാണെങ്കിലും പരിശുദ്ധാത്മാവിന് അത് വിഷയമല്ല. കാരണം ഇത് ബുദ്ധിക്ക് നിരക്കാത്തത്, അല്ലെങ്കിൽ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്ര വലിയ കാര്യമാണ് ആത്മീയ വിഷയം. വെള്ളം വീഞ്ഞാക്കിയതിൻ്റെ രണ്ടാമത്തെ അത്ഭുതം, സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്നൊരു സംശയം, എന്തുകൊണ്ട് കലവറയിൽ കാലിയായ ശൂന്യമായ ആ വൈൻ സ്കിന്നിൽ, അതായത് വീഞ്ഞ് തുരുത്തിയിൽ വെള്ളം നിറച്ചിട്ട് കർത്താവിനത് വീഞ്ഞാക്കാമായിരുന്നില്ലേ? അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അതിന് പകരം
പുറത്ത് ശുദ്ധീകരണത്തിനുള്ള കൽപ്പാത്രങ്ങളിൽ എന്തുകൊണ്ട് നിറച്ചു? അത് പരിശുദ്ധാത്മാവ് സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാകുന്ന കണക്ക് എഴുതി വച്ചിരിക്കുക. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ശുദ്ധി, സന്തോഷം. വീഞ്ഞ് സ്വാഭാവികമായിട്ട് സന്തോഷത്തെ കാണിക്കുന്നു. ശുദ്ധീകരണത്തിനുള്ള കൽപ്പാത്രങ്ങൾ ബാഹ്യശുദ്ധിയെ കാണിക്കുന്നു, ആചാരാനുഷ്ഠാനങ്ങളെ കാണിക്കുന്നു. നിങ്ങൾ പുറത്ത് എത്ര ശുദ്ധി ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ശുദ്ധിമാനാകാൻ കഴിയുകയില്ല എന്ന് ന്യായപ്രമാണം തെളിയിച്ചു. ന്യായപ്രമാണത്താൽ നീതിക നമുക്ക് കിട്ടുന്നില്ല, മറിച്ച് പാപത്തെക്കുറിച്ചുള്ള ബോധമാണ് കിട്ടുന്നത്. നീതി കിട്ടുന്നത് വിശ്വാസത്താലാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, പാപത്തെ ജയിക്കാൻ, ഒരു ശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ പുറമേയുള്ള ശുദ്ധിയല്ല കർത്താവ് തരുന്നത്, അകമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുകയാണ്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നല്ലോ. യേശുവിൻ്റെ അരുളപ്പാട് നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നു, അവനെ സന്തോഷവാനാക്കുന്നു, അവനെ നീതിമാനാക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതി എങ്ങനെ കിട്ടിയത്? നീതി വിശ്വാസത്താലാണ്. ആ വിശ്വാസത്താൽ കിട്ടിയ നീതി പിന്നീടുള്ള നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് സഹായകമാകും. അപ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. അതിനുള്ള ബലം ഈ അരുളപ്പാടെന്ന് പറയുന്ന വീഞ്ഞ് നിങ്ങൾക്ക് തരും. ആ ബലം, ആ സന്തോഷം, അകത്തെ മനുഷ്യന് കിട്ടിയ, ആത്മാവിന് കിട്ടിയ ആ നിറവ്, സന്തോഷം, ഉത്സാഹം, അത് നിങ്ങളുടെ ബാഹ്യമനുഷ്യനെയും മനസ്സിനെയും ശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു, കരുത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പാപത്തോട് നോ പറയാൻ പണ്ടത്തെ അത്രയും പ്രയാസം ഇപ്പോഴില്ല. പ്രാർത്ഥിക്കാൻ, ദീർഘസമയം വചനം ധ്യാനിക്കാൻ, കൂട്ടായ്മയ്ക്ക് പോകാൻ ഇപ്പോൾ പണ്ടത്തേക്കാൾ ഉത്സാഹമുണ്ട്. അതകത്ത് വന്ന ഈ ബലമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, കഴുകുന്ന പരിപാടി നിർത്തിക്കോ തൽക്കാലം, ഞാനിത് കാണിച്ചു തരാം. ആ പാത്രങ്ങളിൽ വെള്ളം നിറപ്പി, അത് ഞാൻ വീഞ്ഞാക്കി, ഇനിയൊന്ന് കുടിച്ച് നോക്ക്. 3-ാമത്തെ കാര്യം യേശു കർത്താവ് തൻ്റെ അമ്മയായ മറിയോട് പറയുന്നതാണ്, എൻ്റെ സമയം ഇതുവരെ ആയില്ല. മൈ ഹവർ ഹാസ് നോട്ട് യെറ്റ് കം. എൻ്റെ നാഴിക ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വൈകുന്നേരം 5 മണിയായി, 5:30 ആകുമ്പോൾ എൻ്റെ സമയം വരുമെന്നാണോ? 6 മണിയാകുമ്പോൾ എൻ്റെ സമയം വരുമെന്നാണോ? അല്ല. പിന്നെയോ അവിടെ നിങ്ങൾ വീഞ്ഞില്ല എന്ന് പറയുമ്പോഴും പിന്നെ ഉണ്ട്. സമരിയക്കാരി എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞ പോലൊരു വർത്താനാണ്. കർത്താവ് പറഞ്ഞ് നിനക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞ് ശരിയാണ്, പക്ഷേ 5 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവൻ കർത്താവല്ല. ഇതുപോലെ വീഞ്ഞില്ല നിങ്ങൾ പറയുമ്പോഴും കുറച്ചുണ്ട്. പൈസ ഇല്ല കർത്താവെ സഹായിക്കണമെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഈ പൈസ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുമുണ്ട്. കർത്താവെ ശക്തിയില്ല എന്ന് പറയുമ്പോഴും ശക്തിയുണ്ട്. കർത്താവ് പറയുന്നത് നോ, അതുകൂടെ തീരട്ടെ. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം, സേവിക്കണം. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗം അവർക്കുള്ളതാണ്. ദൈവത്തിൻ്റെ രീതി അങ്ങനെയാണ്. പൂർണ്ണ മഹത്വം ദൈവത്തിന് കൊടുക്കുക, പൂർണ്ണമായി ദൈവത്തിന് കീഴടങ്ങുക. കർത്താവേ അല്പം ജ്ഞാനമുണ്ട്, അല്പം പഠിപ്പുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായി, ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരുത്തൻ കീഴടങ്ങിയാൽ, കർത്താവേ നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കീഴടങ്ങിയാൽ, അത് ശുശ്രൂഷയിലായാലും അവൻ്റെ ഭൗതിക ജീവിതത്തിലായാലും ദൈവം അവനെ അനുഗ്രഹിക്കും. വെള്ളം വീഞ്ഞാകും. ജീവിതത്തിൽ കർത്താവ് സന്തോഷം തരും. അവൻ തൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ വെളിപ്പെടുത്തും. നിങ്ങളുടെ വിശ്വാസത്തിൽ വരാത്ത മറ്റ് കുടുംബാംഗങ്ങളും ചാർച്ചക്കാരും അവനിൽ വിശ്വസിക്കാനിടയാകും. ധൈര്യമായിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കും, മാനിക്കും, വർദ്ധിപ്പിക്കും, നിങ്ങളുടെ പേര് വലുതാക്കും, നിങ്ങളെ പ്രശംസിക്കും. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.